പുലമന്തോൾ സ്വദേശി ബാഹുലേയൻ്റെ വീട്ടിൽ നിന്ന് ബാഹുലേയൻ ഈ ഈ ഈ കോവിഡ് തീപിടുത്തത്തിൽ മരിച്ചു. മൃതദേഹം അല്പസമയത്തിന് ഏതാണ്ട് 10:30 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിൽ വരും. ഷഹദ് റഹ്മാൻ അതിനു മുമ്പ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മോട് കാണിച്ചു തരുന്നു. അവിടെയുള്ള എന്താണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ്? ആ വീട്ടിലും ഒരുപാട് വിഷമത്തിലായിരിക്കും തന്നെ അറിയാം. ആരൊക്കെയാണ് ഈ ബാഹുലേയൻ്റെ വീട്ടിലുള്ളത്? എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാൾ അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നു. കാരണം കയ്യിൽ കിട്ടുന്ന ഓരോ ചെറിയ തുണ്ട് പൈസ പോലും നാട്ടിലേക്ക് അയക്കുന്നു. അങ്ങനെ ജീവിതം കെട്ടിപ്പടക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു എല്ലാ പ്രവാസികളെയും പോലെ പുലാമന്തോൾ സ്വദേശിയായിട്ടുള്ള ബാഹുലേയനും. ബാഹുലേയൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ കുവൈത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 4 വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളത്. 2019 വിവാഹം. ഭാര്യ കൊച്ചിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞാണ് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഈ നാടും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ബാഹുലേയനെ സംബന്ധിച്ചിടത്തോളം ബാഹുലേയൻ ഈ വീടും അതുപോലെ ഈ നാടുമായിട്ട് അത്രയധികം ഇടപഴകി നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു പാരമ്പര്യ കോൺഗ്രസ് കുടുംബമാണ്. അതുകൊണ്ട് ഈ നാട്ടിലൊക്കെ എല്ലാ പരിപാടികളിലും സജീവമായി നിന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഈ വീട് സന്ദർശിക്കാൻ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ഈ നാട്ടുകാർക്ക്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കൊക്കെ ബാഹുലേയനെ കുറിച്ച് പറയാൻ 100 നാവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് ബാഹുലേയൻ ഈ വീട്ടിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കുറച്ച് ദിവസം മുൻപ് ബന്ധുവിൻ്റെ ഒരു വിവാഹം ഉണ്ടായിരുന്നു. അപ്പം ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വരാനിരുന്നതാണ്. പക്ഷേ കമ്പനിയിൽ നിന്ന് ലീവ് ലഭിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഓണത്തിന് നാട്ടിലേക്ക് വരാം എന്ന് തീരുമാനിച്ച് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വിയോഗം ഈ നാടിനെ നടക്കുകൊണ്ട് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സംസ്കാര ചടങ്ങുകളും അതുപോലെ തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ, ഇപ്പം എങ്ങനെയാണ് ഇന്നത്തെ ഈ മൃതദേഹം ഇവിടേക്ക് എത്ര മണിയോടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? നമ്മൾ ഏകദേശം 2 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുന്നുള്ള പ്രതീക്ഷ. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷം ഷൊർണൂരിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാഹുലേയനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടിരുന്നൊരു വ്യക്തിയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സുപരിചിതനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ? ബാഹുലേയനെ സംബന്ധിച്ച് ബാഹുലേയൻ ഇവിടെ മണ്ഡലം KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്നു. വളരെ എളിമയുള്ള ഒരു പ്രവർത്തകനായിരുന്നു. തികഞ്ഞ ഒരു ഗാന്ധിയൻ ആ ശൈലിയിലുള്ള കുടുംബമായിരുന്നു ഇവർ. പ്രത്യേകിച്ച് ബാഹുലേയൻ്റെ ഫാദർ ഒരു തികഞ്ഞ ഗാന്ധിയനാണ്. ഇപ്പോഴും സൈക്കിളിലാണ്, എത്ര ദൂരത്തിലാണെങ്കിലും സൈക്കിളിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതേ പാത പിന്തുടർന്നാണ് ബാഹുലേയനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ജീവിത രീതിയും ഒക്കെ ഉണ്ടായിരുന്നത്. അവസാനമായിട്ട് 1 വർഷം മുൻപാണ് വന്നത്. 1 വർഷം മുമ്പാണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ കുടുംബത്തിലൊരു വിവാഹം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഈ ഓണത്തിന് വരാൻ വേണ്ടി വരുമെന്നാണ് ലാസ്റ്റ് കിട്ടിയ വിവരം. ഈ സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം കഴിഞ്ഞ വർഷം വന്നു പോയതാണ്. പിന്നീട് ഈ ഓണത്തിന് നാട്ടിലേക്ക് വരാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ബാഹുലേയന് ഇവിടെ എത്താൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ബാഹുലേയൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഈ വീട്ടിലേക്ക് എത്തുക. എന്തായാലും ബാഹുലേയനെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ പറയാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. SK സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബാഹുലേയനും എല്ലാ പ്രവാസികളെയും പോലെ തന്നെ വിദേശത്തേക്ക് പോയത്. കഴിഞ്ഞ ഏറെ നാളായിട്ട് ഈ വിദേശത്ത് ജോലി ചെയ്ത് വരികയും ആയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമാണ് ഈ മരണം അല്ലെങ്കിൽ ഈ ഒരു വിയോഗം. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാവേദനയാണ്.